ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ പുറത്ത് പോയി ഇതാ കയറി വന്നിട്ടുള്ളൂ. അപ്പോൾ രാത്രിയായി. അപ്പോൾ പകൽ തൊട്ടുള്ള വിശേഷങ്ങളാണല്ലോ നമ്മൾ സാധാരണ പറയാറ്. അപ്പോൾ കുറേ കുട്ടികളായി എന്നോട് പറയുന്നു, ആൻറ്റിയുടെ വീഡിയോസ് കാണുമ്പോൾ ബോറടിച്ചു തുടങ്ങി, കാണിച്ച് തന്നെ കാണിക്കണേന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇത്രേ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ ആ ഇറച്ചിയുടെ അച്ചാർ വെച്ചപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തത് കുറേ പേര് ഇഷ്ടമായി എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഒരു മോൻ, അതാണ് ഭയങ്കര ഇഷ്ടമായത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുറ്റപ്പെടുത്താണ്ട് ആൻറ്റി അത് വെക്കുമ്പോൾ അടുപ്പ് ആളി കത്തുണ്ടായിരുന്നു, അതിനിങ്ങനെ ചെയ്താൽ മതി, അതൊക്കെ അങ്ങനെ കേൾക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് സ്നേഹം കൊണ്ടുള്ള ഒരു പറച്ചിലാണ്. അത് കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അതേസമയം ചിലരുണ്ട്, നിങ്ങൾ എന്ത് പണിയായി കാണിക്കണേ, നമ്മളൊരു കാര്യം പറയുമ്പോൾ ഉള്ള വ്യത്യാസം ഉണ്ടല്ലോ, അത് രണ്ടും രണ്ടാണ്. അപ്പോൾ അതെനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ നമ്മൾ അത്രയും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മളോട് അങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾക്കൊരു ചെറിയ ആപത്ത് പോലും വരാണ്ടിരിക്കാനായിട്ട് അവരത്രയും നമ്മൾ കെയർ ചെയ്യണമെന്നാണ് അതിനർത്ഥം കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അങ്ങനെ രാവിലെ ഇന്ന് പൂരിയായിരുന്നു, പൂരി മസാലയായിരുന്നു. ഡിവൈൻ മസാല ഉണ്ടാക്കി നീങ്ങി പൂരി ഞാൻ ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനെ പാച്ചുക്കുട്ടനാണ് ഇന്ന് ഫസ്റ്റ് പോണത് പ്ലേ സ്കൂളിലേക്ക്. അപ്പോൾ അങ്ങനെ അവൻ റെഡിയായി അമ്മയുടെ കൂടെയുള്ള കൊഞ്ചലാണ് കേട്ടോ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് നേരമല്ലേ കിട്ടാറുള്ളൂ കൊഞ്ചാനായിട്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവൻ സ്കൂളിലേക്ക് പോകാൻ പോകണം. അപ്പോൾ രാവിലെ ശരിക്കും 8:30-ക്കാണ് അവനവിടെ ഇവിടെ വണ്ടി വരിക ശരിക്കും. അപ്പോൾ നമ്മളെന്ത് കാണിച്ചെന്ന് വെച്ചാൽ കൊച്ചല്ലേ, അപ്പോൾ അവനങ്ങനെ എണീപ്പിച്ച് ഇപ്പോഴേ സ്കൂൾ ടൈം പോലെ ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ അവൻ എപ്പോഴാണ് എണീക്കുക, 10 മണി തൊട്ടാണ് അവിടെ. അപ്പോൾ ആ സമയം കണക്കാക്കി അവിടേക്ക് കൊണ്ടാക്കാൻ നമ്മളിപ്പോൾ ചെയ്യണത് കേട്ടോ. വരുമ്പോൾ അവരുടെ വണ്ടിയിൽ ഇങ്ങനെ വരികയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൃത്യവും കാണിച്ചോ അവ കൊണ്ടുപോകണ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ സമയം 9:45. 10 മണിയാകുമ്പോഴേക്കും അവനവിടെ എത്തിയാൽ മതി. 10 അവൻ ഒരു 5 മിനിറ്റ് ഉള്ളപ്പോഴേക്കും അവനെത്തും. അപ്പോൾ ഇന്ന് ഓച്ചു കൂടിയിട്ട് കൂടെ പോയിട്ടാണ്. കാരണം പോകുമ്പോൾ ത്രെഡ് ചെയ്യാനായിട്ട് അവിടെ ഇറങ്ങി, ഡാഡി വരുമ്പോൾ തിരിച്ചിങ്ങോട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഓച്ചും കൂടി പോയി. പക്ഷേ കോമഡി അതല്ല, ഡാഡി മറന്നുപോയി ഓച്ചുവിനെ കൊണ്ടുപോകാനായിട്ട്. പിന്നെ കുറച്ചങ്ങോട്ട് എത്തിയപ്പോഴാണ് അയ്യോ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡാഡി തിരിച്ച് വന്ന് ഓച്ചുവിനെയും കൊണ്ട് പോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണ് നമ്മുടെ തോമുവിൻ്റെ വണ്ടികൾ നിരത്തി വെച്ചിട്ടുള്ള കളിയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ്. അറിയാമല്ലോ നിങ്ങൾക്ക് തോമുവിൻ്റെ പണി എങ്ങനെയാണെന്ന് വെച്ചാൽ വണ്ടികളിങ്ങനെ നിരത്തി വെച്ചിട്ട് അതിലിങ്ങനെ നോക്കിയിരിക്കുക, അത് കുറച്ച് ഉരുട്ടി കളിക്കുക, അതൊക്കെയാണ്. നമ്മളുടെ മാറ്റുകളൊന്നും പുതിയതിട്ടിട്ടില്ല, പഴയത് ആ പൊടിയായിട്ടുള്ളത് തന്നെയാണ് കുടഞ്ഞിട്ടേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡീപ്പ് ക്ലീനിങ്ങും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷം എല്ലതും പുതിയതാക്കാനായിട്ടാണ് നമ്മളിപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും വർഷക്കാലവും വരുള്ളൂ, ഈ ചൂടും മാറും, ഒക്കെ മാറും. അപ്പോൾ അതോട് കൂടിയിട്ട് ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ആ വർഷകാലത്ത് ആദ്യത്തെ ആ ഒരു ചളിയും കാര്യങ്ങളൊക്കെ ചവിട്ടി കഴിഞ്ഞതിന് ശേഷം ചവിട്ടികൾ കംപ്ലീറ്റ് എടുത്ത് മാറ്റി പുതിയത് ഞാനൊക്കെ വരുത്തിയിട്ടുണ്ട്. ഓർഡർ ചെയ്ത് ഫുൾ ബോക്സിലാക്കിയിട്ട് അലമാരയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, പല ടൈപ്പ് ചവിട്ടികൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊന്ന് കഴിയട്ടെ, ഈ ഡീപ്പ് ക്ലീനിങ് കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ അപ്പയും മോനും കൂടിയിട്ട് ഇന്ന് പ്ലേ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ പാർക്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് എണീക്കുക തന്നെ. അപ്പോൾ അതുകൊണ്ട് അവനെ സംബന്ധിച്ച് ഒരു കുഴപ്പമില്ല. പാച്ചൂട്ടനും അങ്ങനെ ആയി തുടങ്ങി. അപ്പോൾ ഞാനിപ്പോൾ ഈ പേരിങ്ങനെ തെറ്റി പറയണേന് ഞാൻ ഇന്നലെയും പറഞ്ഞു, എന്താ പറയുക, എല്ലാവർക്കും ഒന്നുമില്ല, ഒരു കുട്ടിക്ക് നമ്മൾ പറയില്ല ഡിവൈൻ്റെ യൂസർ ചേച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല, ഒരാൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എല്ലാതും മാറ്റാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പറയാറില്ലേ, 2 പേരും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അവരെ നല്ല രീതിയിൽ തിരിച്ചെത്തണവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കണോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ലൈറ്റ് ഓഫ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ. അങ്ങനെ രാവിലെ കുട്ടികളൊക്കെ പാത്രങ്ങൾ കഴുകി എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ കഴിഞ്ഞൊക്കെ നീങ്ങിപ്പോയി. അപ്പം ഞാൻ നോക്കിയപ്പോൾ 2 മാങ്ങ കുറേ ദിവസമായി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാനത് മാമ്പഴ പുളിശ്ശേരി വെക്കാൻ വെച്ചിട്ട് അത് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഡിവൈൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ കഴിഞ്ഞാൽ പിന്നെ മുകളിലാണ് ഡിവൈൻ്റെ മെയിനായിട്ട് നനയും, പിന്നെ അവിടെ ഒതുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൊറിയർ വന്നു. അപ്പോൾ കൊറിയർ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലിപ്സ്റ്റിക്കും എന്തോ മറ്റേ പാലും കുപ്പിയാണ് പാച്ചുവിന് വേണ്ടിയിട്ട് പുതിയ കുപ്പി ഓർഡർ ചെയ്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുപ്പികളൊന്നും മാറ്റും കുട്ടികളുടെ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് ഒതുക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചയ്ക്ക് ഇന്ന് ഡിമ്പിളുടെ വക ഗീ റൈസും ബീഫ് കറിയും ആണ് പറഞ്ഞേക്കണേ. അപ്പോൾ പിന്നെ എനിക്ക് കിച്ചണിൽ വലിയ പണിയില്ല. ഞാൻ പറയാറില്ലേ, ഡിമ്പിൾ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിച്ചൺ നോക്കണ്ടെന്ന്. അപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കിയുള്ള പണികൾ പതുക്കെ ചെയ്യാം. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ഗ്രേവിയോട് കൂടി, കാരണം രാത്രിയിലേക്ക് വേണം, ഉച്ചയിലത്തേക്കും വേണം, ഉച്ചയ്ക്ക് പിന്നെ നമ്മുടെ ബീഫ് അച്ചാറും ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പതുക്കെ ഫ്രിഡ്ജ് ഒതുക്കാനായിട്ട് പോയി. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബിരിയാണി പോട്ടിലാണ്.
ഇൻഡസ് വാലിയുടെ. അപ്പോൾ ഒരു കുട്ടിയല്ല ഈ യൂസർ ചേച്ചി എന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുള്ളൂ. പിന്നെ അത് വേണ്ട, വിട്ട് കളഞ്ഞേക്ക്. കാരണം അങ്ങനെ പറഞ്ഞ് യൂസർ ചേച്ചി എന്താ പറയുക, ഒരു ഇതാവണ്ട. അപ്പം അങ്ങനെ ഞങ്ങളുടെ ഫുഡ് ഉച്ചയിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഒരു സാലഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉച്ചയിലത്തെ ഡോൺ വന്നു ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ കഴിച്ച് ഇതാ പോകണം. അപ്പോൾ ഇവിടെ ചാക്കോച്ചൻ ഇപ്പോൾ ടാറ്റ പറഞ്ഞു തുടങ്ങി, കൈ കൊട്ടി തുടങ്ങി. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് കേട്ടോ അവനെ. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചതിനോട് സോഫയ്ക്ക് വിരിയിട്ടില്ലല്ലോ എന്ന്. ഞാൻ ഈ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്ക് നമ്മുടെ പാച്ചൂട്ടൻ വന്നു. പാച്ചൂട്ടൻ ഇന്ന് വന്നപ്പോൾ ഡിവൈൻ ആൻറ്റിയാണ് കേട്ടോ ഓടിപ്പോയത്. കാരണം ഓച്ചു ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പം ഇനി വെയിറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഡിവൈൻ കൈ കഴുകിയിട്ടില്ല, ഇവിടുന്ന് ഓടിപ്പോയിട്ട് അവനെ വാങ്ങിക്കുകയും ചെയ്തത്. അപ്പോൾ അവരുടെ കൂടെ ഡ്രൈവറും പിന്നെ 2 പേരും കൂടി ഉണ്ടാവും. അപ്പോൾ ഭയങ്കര സേഫായിട്ടാണ് കേട്ടോ അവർ കൊണ്ടുവന്ന് ഇവിടെ ആക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, പാച്ചുത തിരിച്ച് വന്നു. 2:15 അവൻ്റെ സമയം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സമയം 3 അവൻ്റെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മോച്ചു എന്ത് കാണിച്ചു വെച്ചാൽ വൈകിട്ടേക്കുള്ള ഭക്ഷണം സ്നാക്സ് ഉണ്ടാക്കി. അപ്പോൾ കുറേ കുട്ടികൾ എന്നോട് പറഞ്ഞു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം ആൻറ്റി, കുറേ ഓയിലുള്ളത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്ന കുട്ടികളുടെ വാക്കൊക്കെ ഞാൻ മനസ്സുകൊണ്ട് സ്വീകരിക്കുകയാണ്. മാക്സിമം ഞാൻ അങ്ങനെ ട്രൈ ചെയ്യും കേട്ടോ. പിന്നെ കുറ്റം പറയുന്ന കുട്ടികളോടാകുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. നമ്മൾ പറയില്ലേ, നമ്മളൊരാളോട് പറയുന്ന രീതി അനുസരിച്ചാണ് അവരുടെ അഭിപ്രായം നമ്മൾ മനസ്സിലെടുക്കുക. നമ്മൾ ദേഷ്യപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു വാശിയായിട്ടാണ് തീരുക. വാശിക്ക് നാശമാണ്, അത് കാര്യം വേറെ. അപ്പോൾ അങ്ങനെ ഉച്ചയിലത്തെ ഊണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഓച്ചു അടയുണ്ടാക്കാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ പതുക്കെ നമ്മളുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ നമ്മളുടെ റൂബിയുടെ വള, പിന്നെ വൈറ്റ് വള, ഇതൊക്കെ സ്പ്ലിറ്റാണ് കേട്ടോ. അതായത് ഏത് സൈസുകാർക്ക് ഇടാം, സ്പ്ലിറ്റാണ്. ഇത് ബ്ലാക്കിൻ്റെ ചുറ്റും വൈറ്റ് സ്റ്റോൺസാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വള. അപ്പോൾ ഇതന്നെ സൂഫിയുടെ വേണമെങ്കിൽ കമ്മൽ യൂസ് ചെയ്യാം, ലോക്കറ്റ് യൂസ് ചെയ്യാം, അങ്ങനെയാണ്. ഇതിപ്പോൾ ഞാൻ അന്നാൾ കാണിച്ചിരുന്നുണ്ടായിരുന്നു, മറ്റേ വൈറ്റ് പേളിൻ്റെ നെറ്റ് ബോളിൻ്റെ കൂടെ മാലയുടെ കൂടെ ഇടാൻ പറ്റിയ വളയാണ്. ഇത് തന്നെ വേണമെങ്കിൽ കമ്മലും ഉണ്ട്, ലോക്കറ്റും ഉണ്ട്. ഇത് പിന്നെ സ്റ്റോൺസ് ഒന്നും ഇല്ലാത്ത വെറും ഗോൾഡ്. ചിലർക്ക് സ്റ്റോൺ ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെയുള്ളവർക്കാണ് ആ ഗോൾഡ് കേട്ടോ. ഇത് പിന്നെ റൂബിയുടെയും വൈറ്റ് സ്റ്റോൺസും. ഇത് വളയാണ്, സ്പ്ലിറ്റ് അല്ല, വളയാണ് ശരിക്കും, സൈസ് ഉണ്ട് കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലിപ്പാണ്, സൂഫിയുടെയാണ്, ക്ലിപ്പാണ്. ഇതിലിപ്പോൾ കുറേ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കുറവ് കളറുകളുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോക്ക് വരേണ്ടി വരും. ഇത് ഈ പറഞ്ഞ പോലെ ഡയമണ്ട് ഫിനിഷിൻ്റെ കറക്റ്റ് ഇപ്പം നമ്മൾ ഡയമണ്ട് ജ്വല്ലറിയിൽ പോയവർക്ക് അല്ലെങ്കിൽ വാങ്ങിച്ചവർക്ക് അറിയാം, ഇത് സെയിം ഡിസൈൻ ഡയമണ്ടിലുള്ളതാണ്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. അതിൻ്റെ വൈറ്റാണിത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റ് റൗണ്ടല്ല, ഒരു ചെറിയൊരു ഓവൽ ഷേപ്പ് ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. ഇങ്ങനെ ഒന്ന് അമർത്തുമ്പോൾ ആ പൂവൊന്ന് ആവും, അങ്ങനെ ഇടുകയാണ് ചെയ്യുക. ലോക്കാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ആ വള. അത് കഴിഞ്ഞിട്ട് ഇതും ഈ പറഞ്ഞ പോലെ ലവാണ് ലോക്ക്. ആ കുഞ്ഞു ലവ് ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അങ്ങനെയാണ് അതിൻ്റെ ഓരോ വളകളും ഓരോ പാറ്റേണിലാണ് കേട്ടോ. പലതും പല പാറ്റേണാണ്. ഇതിനെങ്ങനെയാണെന്ന് വെച്ചാൽ സൈഡിൽ ഇതും ഇങ്ങനെ അമർത്തുമ്പോൾ കണ്ടോ, അത് ഉള്ളിൽ നിന്ന് പുറന്നിട്ട് കൈമിട്ടിട്ട് ക്ലിപ്പിടുന്നതാണ്. ഒക്കെ നല്ല പാറ്റേൺ വളകളാണ്. ഫുൾ ഈ ഡയമണ്ട് ഫിനിഷിൻ്റെ വളകളാണ്. സെയിം ആ ഡിസൈനാണ്. ഇത് പിന്നെ നമ്മളുടെ മുമ്പുള്ള പാറ്റേൺ തന്നെയാണ് ലവ്. ഇത് തന്നെ കമ്മലും ഉണ്ട്, പിന്നെ ലോക്കറ്റില്ല, കമ്മലുണ്ട് ഇതിൻ്റെ കേട്ടോ. അങ്ങനെ ഇത് ലോക്കറ്റും ഉണ്ട്, സോറി തെറ്റി പറഞ്ഞത്, ലോക്കറ്റും ഉണ്ട്. ഇതും ഈ പറഞ്ഞ പോലെ ലവ്. ഇത് മൊത്തം നിറച്ച് സ്റ്റോൺസും ഉള്ളു പൊള്ളയായിട്ടുള്ള സംഭവമാണ്. ഇത് ബ്ലൂ ആണ്, ബ്ലൂ ഡംബിൾസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം. ഡംബിൾസിന് ഇങ്ങനെ 2 ടൈപ്പാണ്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ, ഇത് തന്നെ സ്റ്റഡ് കമ്മലും വരുന്നുണ്ട് കേട്ടോ. ഈ 2 ബോളായിട്ടുള്ളത്, മറ്റേത് ഒറ്റ ബോളായിട്ടുള്ള സ്റ്റഡ് വരുന്നുണ്ട്. ഇതിന് ഡ്രോപ്സ് വരുന്നുണ്ട്, ഇങ്ങനെ 2 ഇതായിട്ടുള്ള ഡ്രോപ്സ് വരുന്നുണ്ട്. ഞാൻ സെറ്റായിട്ട് പറ്റുന്ന വെച്ചാൽ ഞാൻ നാളെ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിത് ഫോട്ടോ എടുക്കാതിരിക്കുമ്പോൾ തന്നെ മുകളിലും സൈഡിലൊക്കെ ഫാൻ ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് വിയർത്തൊലിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇതൊക്കെ നിർത്തി പോയാൽ മതിയെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും വയ്യാണ്ടായിട്ടോ. നമ്മൾ ഉഷ്ണം കൊണ്ട് നമ്മൾ പറയില്ലേ, ശരിക്കും ഈ 3 മണി തൊട്ട് 5 മണി വരെയാണ് ഞാൻ ഇരിക്കുക. ആ ഇരിക്കണ സമയം കൊണ്ട് ഇങ്ങനെ വിയർത്തൊലിക്കും. അപ്പോൾ നമ്മളാച്ചാൽ വേറെ ഒന്നും നോക്കില്ല, നേരെ ഇത് സംഭവം. ഞാനിതൊക്കെ ചെയ്യുമ്പോൾ ഓൺലൈനിൽ നിന്ന് കാണുമ്പോൾ പലരും മെസ്സേജ് അയക്കുന്നുണ്ടാവും, പക്ഷേ ഞാനതൊന്നും കാണാറില്ല. കാരണം നമ്മളുടെ ലക്ഷ്യം ഇത് മുഴുവൻ എടുത്ത് അവസാനിപ്പിക്കുക എന്നുള്ള. എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ചിലപ്പോൾ നോക്കുക കേട്ടോ ഫോൺ. അപ്പോൾ ചില കുട്ടികൾ വിചാരിക്കും ഞാൻ എന്താ മെസ്സേജ് അയച്ചാൽ ഉടനെ കാണാത്തതെന്ന്. ഞാൻ എന്തായാലും കിടക്കണതിന് മുമ്പ് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ മറ്റേ ബ്ലാക്കൊക്കെ കണ്ടതിൻ്റെ കളർ ചേച്ചി. ഇത് മൾട്ടി കളറാണ്. ഇത് തന്നെ നിങ്ങൾക്ക് കമ്മലും കിട്ടും,
അതായത് റൂബിയും ജെയ്ഡും പിന്നെ വൈറ്റ് സ്റ്റോണും ആയിട്ടുള്ളതാണ്. ഇത് തന്നെ സ്റ്റഡ് ഉണ്ട്. ഇതിപ്പോൾ ദേ മറ്റേ നേരത്തെ കണ്ടതിൻ്റെ പച്ചയാണ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്പ്ലിറ്റ് ബാംഗിൾസ്. ഇതൊക്കെ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് മുമ്പ് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ആ സ്റ്റോക്ക് കഴിഞ്ഞ് വേറെ ഐറ്റംസായി ഇപ്പോൾ വീണ്ടും ഇത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഗ്രീനാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഡംബൽസിൻ്റെയൊക്കെ ഒരു വിഭാഗം അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. നിറച്ച് സ്റ്റോൺ ഉള്ളതുണ്ട്, കുറച്ച് സ്റ്റോൺ ഉള്ളതുണ്ട്, മൾട്ടി കളറ്, വൈറ്റ്, ബ്ലാക്ക്, റെഡ്, ഗ്രീന്, അങ്ങനെ ഒരുവിധം എല്ലാ കളറുണ്ട്. ബ്ലൂ. അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകം പറയുന്നു, ബ്ലൂ ആണ് ഇപ്പോഴത്തെ മെയിൻ കളർ കേട്ടോ. ബ്ലൂവിൽ ലോക്കറ്റ്, മാല, വള, കമ്മൽ ഇതൊക്കെയാണ് ഇപ്പോൾ മെയിനായിട്ട് പോകുന്ന കളറ്. എന്താണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പം എല്ലാവരും ഇപ്പോഴത്തെ കളറ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നത് ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഗ്രീൻ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ വൈറ്റും റൂബിയും പിന്നെ ബ്ലൂവും ഒക്കെയുള്ള സ്പ്ലിറ്റ് ഇത് തന്നെ സ്റ്റഡും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വളയും ഈ സ്റ്റഡും ആയി കഴിഞ്ഞാൽ നല്ലൊരു സെറ്റായി. വേണമെങ്കിൽ ലോക്കറ്റും ആവാം. ഇത് ബ്ലാക്ക് ഡംബൽസ്, അങ്ങനെ പല ടൈപ്പ്. ഇന്നലെ ഞാൻ മൊത്തം സൂഫിയ കാണിച്ചത്. ഇന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഡംബൽസ് കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിൻ്റെയൊക്കെ തന്നെ ഇത് ലാവൻഡർ വളരെ റയറായിട്ട് വരുന്ന കളറാണ് കേട്ടോ. ലാവൻഡർ ഇതിൻ്റെ തന്നെ നെക്ലസും വരുന്നുണ്ട്. പിന്നെ മോതിരമൊന്നും കണ്ടിട്ടില്ല ഞാൻ, നമ്മളുടെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളുടെ ഫ്ലവറാണ്. ഇതിൻ്റെ തന്നെ മൾട്ടി കളേഴ്സ് ഉണ്ട്. ഈ ഫ്ലവറായിട്ടുള്ളതിൻ്റെ മൾട്ടി കളറുണ്ട്. ബ്ലൂ ആൻഡ് മറ്റേ റൂബീൻ്റെ, ഗ്രീനും റൂബീൻ്റെ അതൊക്കെ ഉണ്ട് ആ ഫ്ലവേഴ്സിൻ്റെ സെക്ഷനിൽ കേട്ടോ. ഞാനത് പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാം. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ സാരിക്ക് മാച്ച് ചെയ്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാനുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വൈറ്റ് ഡംബൽസ്. ഇതിൻ്റെ തന്നെ മാല, കമ്മൽ, വള എല്ലാവരും അറിയാമല്ലോ നിങ്ങൾക്ക്. ഞാൻ പറയാണ്ട് തന്നെ അറിയാം. ഇതൊക്കെ നമ്മളുടെ കയ്യിൽ ഏത് കാലത്തും ഉള്ളതാണ്. ഇതിൻ്റെ ഫാഷൻ മാറണേ ഇല്ല. ഇങ്ങനെ എന്താ പറയുക, കൂടി വരാൻ തോന്നുന്നുണ്ട്. ഒന്ന് ഡിമ്മായി അടുത്തത് വരുമ്പോഴേക്കും ഇത് വീണ്ടും കയറി വരും. ഇതും സൂഫിയേക്കാളും എനിക്ക് തോന്നുന്നു ഡംബൽസാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കൂടുതൽ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാറ്റേൺ ഡംബൽസാന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗോൾഡിൽ ഫുള്ള് വരുന്നത് കാരണം ഗോൾഡ് ഏതാണ് ഇതേതാണെന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഇപ്പോൾ നമ്മളുടെ ഓർണമെൻറ്റ്സ്. അപ്പോൾ വാങ്ങിക്കുന്നവർക്കും അതെ വളരെ നല്ല അഭിപ്രായമാണ്. അപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വളരെ എന്താ പറയുക, അപൂർവം 1-2 പേര് മാത്രമാണ് അത് അവർ ഉപയോഗിക്കുന്നതിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ കാലാവസ്ഥയുടെ ആയിരിക്കാം, പിന്നെ അവർ വിചാരിച്ച അത്ര സമയം നീണ്ടു നിൽക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ ചിലരെന്നോട് ചോദിക്കും കളറ് പോവുമെന്ന്. അപ്പോൾ ഞാൻ ഒരിക്കലും ഇല്ല എന്ന് പറയില്ല. കാരണം ഇത് സ്വർണ്ണമല്ലല്ലോ കളർ പോവാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഇത് വളകളാണ് കേട്ടോ. ഇത് ക്ലിപ്പൊന്നുമല്ല, ശരിക്കുള്ള വളയാണ്. അപ്പോൾ അത് നമ്മളുടെ സൈസ് അനുസരിച്ചാണ് നമ്മളിത് പറയുക. ഇത് നല്ല പാറ്റേണാണ്, ഈ റൂബിയും ജെയ്ഡും കൂടിയിട്ടുള്ളത് കേട്ടോ. നല്ല ഭംഗിയുള്ള വളയാണ്. അതുപോലെ ഇത് റൂബി. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ കുറേ കുട്ടികളുടെ കയ്യിൽ കാണും. കുറച്ച് മുമ്പ് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ കുറേ പേര് ആവശ്യപ്പെട്ടപ്പോൾ രണ്ടാമത് നമ്മളത് വരുത്തിച്ചിട്ടുള്ള വളകളാണ് കേട്ടോ. ഇതൊക്കെ എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗി. ഇതന്നെ കമ്മലുകളും ഉണ്ട്. ഈ റൂബി വൈറ്റ് ഉണ്ട്, റൂബി ഗ്രീൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവരൊക്കെ ചായയൊക്കെ വെക്കാൻ നിൽക്കുന്ന നേരം കൊണ്ട് ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജ് ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ പഴയ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക, അങ്ങനെയുള്ള പരിപാടികളുണ്ടല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾ കേക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാറില്ല, ആർക്കും നേരം കിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒക്കെ ഒന്ന് ഒതുക്കി വെക്കാം എന്ന് വിചാരിച്ച് അതിൻ്റെ ഉള്ളിലത്തെ ഈ സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് നല്ലോണം വാഷ് ചെയ്ത് തിരിച്ച് കാലത്ത് തന്നെ ഞാനെടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് തിരിച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബിഗ് ബസാറുള്ള സമയത്ത് ഈ ഫ്രിഡ്ജ് വാങ്ങിയ സമയത്ത്, അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫ്രിഡ്ജ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 6ാമത്തെ വർഷമാവും. അപ്പോൾ അന്ന് വാങ്ങിയതാണ് ഈ 2 കപ്പ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധനങ്ങൾ വെച്ച് അങ്ങോട്ട് തള്ളിയാൽ മതി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് വലിച്ചെടുക്കാം. അപ്പോൾ ഒതുങ്ങിയിരിക്കുകയും ചെയ്യും, പൊട്ടുമില്ല. അങ്ങനെ ഞാനത് ഒതുക്കി വരുമ്പോഴേക്കും ചായ റെഡിയായി. അപ്പോഴാണ് നമ്മുടെ തോമുട്ടം വന്നത്. അപ്പോൾ ഇവിടെ കാടയുണ്ടല്ലോ, കാട അന്ന് എടുത്തത് നമ്മൾ എയർ ഫ്രയറിൽ ചെയ്തത് ആ സംഭവമാണ് കേട്ടോ അത്. അപ്പോൾ ഞാനത് കൊച്ചു പീസാക്കി കഴിക്കാൻ എളുപ്പത്തിന്. അങ്ങനെ ബിരിയാണി പോട്ടും കാര്യങ്ങളൊക്കെ കഴുകി. അപ്പോൾ ഡാഡി പുതിയ ചൂല് വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ കുൾഫി കുട്ടികൾ പതുക്കെ കഴിച്ചു തുടങ്ങി. തോമ് കുറച്ചെടുത്തു. അപ്പോൾ തോമ് വന്നതോടുകൂടി ഞാൻ എൻ്റെ ഫ്രിഡ്ജ് ഒതുക്കൽ നിർത്തി. കാരണം അവനോട് പൊട്ടിക്ക് സമ്മതിക്കില്ല. അവൻ അത് ഇത് വലിച്ച് ആ പാല് വേണം ഈ പാല് വേണം, അവനിഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങൾ കാണാനും എടുക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒതുക്കൽ നാളേക്ക് ബാക്കി വെച്ചു. അങ്ങനെ അടയും ഇതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച്. അപ്പോൾ ഇന്ന് കുറേ കുട്ടികൾ പറഞ്ഞു ഹെൽത്തി ഫുഡ് കഴിക്കണ ആൻറ്റി, നിങ്ങളുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ ഇന്ന് നേരത്തോടെ ഇവരെ കൂട്ടിൽ കയറ്റിയില്ല, ഫുഡ് വെച്ച് കൊടുത്തു.
അപ്പോൾ ഒരാൾ പിന്നീ കൂടെ വന്ന് കൊഞ്ചണതാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് നമ്മുടെ ചിന്തുവാണേ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സ്റ്റിക്കറുകൾ ഡാഡിയെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും ഏകദേശം പോയി തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ടൊക്കെ ഒട്ടിക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ പണിയും കൂടി അന്നേക്ക് വരുമ്പോൾ അത് വീണ്ടും വയ്യാണ്ടാവും. അപ്പോൾ കയ്യോടെ കുറേശ്ശെ പണികൾ അങ്ങോട്ട് കഴിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മളുടെ അക്കി തന്നിട്ടുള്ളതാട്ടോ ഈ സ്റ്റിക്കർ, ബ്ലൂ സ്റ്റിക്കർ. അപ്പോൾ അത് ഓൾറെഡി പുതിയതായതുകൊണ്ട് അതും ഒന്നും ചെയ്തില്ല. ഇത് ചിലത് ഞാൻ മുകളിൽ കൂടെ ഒട്ടിച്ചു, ചിലത് വലിയ കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ അവിടെ ഇട്ടു. ഇനി കുറച്ചുകൂടി വാങ്ങിക്കണം, എന്നാലേ എനിക്കത് ഫുള്ള് അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ പാച്ചുവിൻ്റെ പോണ സാധനങ്ങളൊക്കെ കഴുകി ഒരു വശത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസത്തേക്ക് ഇനി അവർക്ക് ക്ലാസ്സില്ല. ഇനി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഒതുക്കിയപ്പോൾ നമ്മുടെ ഷെസ്വാൻ ചട്നിയാണ്. പക്ഷേ ഇത് എക്സ്പയറി ആയിട്ടുണ്ട്, കാരണം ഒരു 6 മാസം മുമ്പ് എക്സ്പയറി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് ആ കുപ്പി എടുക്കാം നമുക്ക്. ഇത് ബട്ടർ സ്കോച്ചിൻ്റെ ടോപ്പിങ്സ്, അത് ഒക്കെ കളയാനുള്ള സംഭവങ്ങൾ. ഇത് ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കളഞ്ഞ് കുപ്പികളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സംഭവങ്ങൾ ഇട്ട് വെച്ചാൽ ഉപയോഗിക്കാൻ എളുപ്പമുള്ള കുപ്പികളത്. അതിൻ്റെ ക്യാപ്പ് ഇങ്ങനെ തുറന്നാൽ ഓട്ടയാണ്. അപ്പോൾ എണ്ണ കുപ്പിയായിട്ടോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ വെള്ളം നിറയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരത്തോടെ ഇന്ന് അവസാനിപ്പിച്ചു. കാരണം ഞാനും ചാക്കോച്ചനാണ് പോവാത്തത്. അപ്പോൾ എനിക്ക് അവൻ്റെ അടുത്ത് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഇവിടത്തെയൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് വരണ്ടല്ലോ. അപ്പോൾ പിന്നെ രാത്രി ഫുഡ് കഴിക്കാൻ അവർ വന്നതിന് ശേഷം മതിയല്ലോ എന്ന് വിചാരിച്ചപ്പോൾ 7:15 അപ്പോൾ പോകാൻ നിൽക്കണ നേരത്താണ് ഇവർക്കൊക്കെ ചെറിയതായിട്ട് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ പുറത്ത് പോയിട്ട് വല്ല ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇവിടെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വേഗം നഗറ്റ്സും മറ്റേ ചിക്കൻ ഫിംഗേഴ്സ്, ചിക്കൻ ഫ്രൈസ് അതും കൂടി എടുത്ത് ഞാനത് വേഗം വറുത്ത് കുട്ടികൾക്ക് വയറ് നിറച്ച് കൊടുത്തിട്ടാണ് ഞാൻ അവരെ വിട്ടത് കേട്ടോ. ഇത് വേണമെങ്കിൽ ഫ്രൈസിൽ നമുക്ക് ചെയ്യാം, പക്ഷേ എന്തോ എയർ ഫ്രയറിൽ ചെയ്തപ്പോൾ ഇവർക്ക് അത് വലിയ ഇഷ്ടമായില്ല. ചിക്കനൊക്കെ ഓക്കെയാണ്, പക്ഷേ ചില സാധനങ്ങൾ ഇഷ്ടമായില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുട്ടികൾ കഴിക്കുമ്പോൾ ഇഷ്ടത്തിൽ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. സംഭവം എണ്ണ പലഹാരം അത്ര നല്ലതല്ല എന്ന് എനിക്കറിയാം, പക്ഷേ കുട്ടികൾ കഴിക്കേണ്ട പ്രായത്തിൽ അവർ കഴിച്ചോട്ടെ, അല്ലാണ്ട് ഇപ്പോൾ രുചിയിൽ കഴിക്കണമെങ്കിൽ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ അവർ പോവുകയാണ്. അപ്പോൾ ഡോൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണും തോമും കൂടിയിട്ട് ആദ്യം പോയി. അവർ ഹബ്ബിൽ വെയിറ്റ് ചെയ്യും. ഇവർ അവിടെ പോയതിന് ശേഷം അത് കാറിലാണ് ഡോൺ പോയത്. അപ്പോൾ പിന്നെ 2 കാറും കൂടി ഒപ്പം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഡാഡി ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഡോണിനെയും തോമുനെയും അവിടെ നിന്ന് പിക്ക് ചെയ്യും. അങ്ങനെയാണ് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനും ചാക്കോച്ചനും അകത്താണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് കടന്ന വഴിക്ക് ചാക്കോച്ചൻ അവിടെ നിന്ന് വിളി തുടങ്ങി. ഇപ്പോൾ ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ടൈം നമ്മൾ കൂടെ ഉണ്ടാവണം. നമ്മളിങ്ങനെ കൂടെ നിന്ന് വർത്താനം പറഞ്ഞ് പാട്ട് പാടി നിന്നാലാണ് അവന് ഇഷ്ടമുള്ളൂ. പിന്നെ അവനോട് ചാറ്റ പറയണം, കൈ കൊട്ടാൻ പറയണം. അപ്പം ഞാൻ ഇങ്ങോട്ട് നീങ്ങിയ നേരം കൊണ്ട് അവിടെ നിന്ന് വിളി തുടങ്ങി അവൻ ഒച്ചയും ബഹളം ഇട്ടിട്ട്. അപ്പം ഞാൻ വേഗം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എനിക്ക് ഗേറ്റല്ല വാതിലടയ്ക്കണ്ടേ. അപ്പം ഞാൻ അതുവരെ അവനോട് ഒളിച്ചോ കണ്ടോ കളിച്ചിട്ട് ഓടി വന്നിട്ട് വാതിലടച്ചിട്ട് പോയി. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഉച്ചയ്ക്കും അതെ വൈകുന്നേരം അതെ ഗ്രൂപ്പിൽ കുട്ടികളായിട്ടുള്ള സംസാരമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ യൂസർ ചേച്ചീനെ ആരാണെന്ന് അറിയണം. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് കണ്ടുപിടിക്കാം, കുഴപ്പമില്ല. അപ്പോൾ യൂസർ ചേച്ചിയുടെ ശ്രദ്ധയ്ക്കാണ് പറയണത്. എന്തായാലും യൂസർ ചേച്ചിയുടെ പിന്നാലെയാണ് എല്ലാവരും. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. നമ്മുടെ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് വന്ന് പരിചയപ്പെടാം. ഈ യൂസർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണില്ല ആരാണ് എന്താണെന്ന്. എന്നേക്കാൾ മൂത്ത ആളാണെന്ന് മനസ്സിലായി, കാരണം എൻ്റെ പേര് വിളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു സാധാരണ ഒരു ആൾ നമ്മളുടെ പേര് എടി പൊടി വാടി എന്നൊന്നും വിളിക്കില്ല. അപ്പോൾ മൂത്ത ആൾക്കാരല്ലേ നമ്മളെ താഴാതികൾ അങ്ങനെ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് എന്നേക്കാൾ മൂത്ത ആളാണെന്നുള്ളത് മനസ്സിലായി. ആരായാലും സാരമില്ല, സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇത് കണ്ടിട്ടും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും, പറഞ്ഞോളൂ. സന്തോഷപൂർവ്വം കേൾക്കുകയാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ട്രഡീഷണൽ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറയാണ്ട് തന്നെ അറിയാം, പാലയ്ക്ക, നാഗപടം, അങ്ങനെ പല പാറ്റേൺ ഉണ്ട്. ഇതിപ്പോൾ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ പ്ലേറ്റ് ചെയ്ത് വന്ന സാധനങ്ങളാണ് ഞാൻ അപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ സ്റ്റോക്കല്ല കാണിക്കുന്നത്. ഏതാണോ പ്ലേറ്റ് ചെയ്ത് വരുന്നത് അത് ബോക്സിൽ വെക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കാണിക്കുക. അങ്ങനെ അതാണ് ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ട്രഡീഷണൽ ഓർണമെൻറ്റ്സിൽ പെട്ടതാണ്. ഇതിപ്പോൾ എന്താ പറയുക, ഒരു പുതിയ പാറ്റേണാണ്. എന്താ പറയുക, മാങ്ങയല്ല മുട്ടുമല്ല, അങ്ങനെ ഒരു ഡിസൈനാണ് കേട്ടോ. അതിൽ മാലയും കമ്മലും ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ നാഗപടം. ഇത് നമ്മുടെ ബ്ലൂ കളർ വയലറ്റ് കളറിൽ സ്പ്ലിറ്റ് ബാങ്കിളാണ് കേട്ടോ. ഇതൊക്കെ സ്പ്ലിറ്റാണ്. അപ്പോൾ ഈ ഉണ്ടയ്ക്ക് ഈ വട്ടുണ്ട് റൗണ്ട്, ഈ റൗണ്ടിൻ്റെയാണ് ജിംകിയുടെ സ്റ്റഡ് ഉണ്ടാവും, സാധാരണ സ്റ്റഡ് ഉണ്ടാവും.
അപ്പം മാങ്ങ, നാഗപടം, പിന്നെ പാലയ്ക്ക കഴിഞ്ഞ് വരുന്ന ഒരു ഡിസൈനാണ് ഈ റൗണ്ട് കേട്ടോ. അങ്ങനെ ദേ എല്ലാം കഴിഞ്ഞ് അവരിങ്ങോട്ട് എത്തി. മണി 11 ആവാനാണ് പോണേ. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കേ വേണ്ടു. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഉച്ചയ്ക്ക് ഓൾറെഡി ബീഫ് വെച്ചിട്ടുണ്ട്. പിന്നെ രാത്രി ഇവർ വരുമ്പോൾ മറ്റേ വീറ്റ് പൊറോട്ടയും കൊണ്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് തോമു വേഗം കിടന്നുറങ്ങി. പാച്ചൂട്ടൻ്റെ അതേ കുടിയും ജപമൊക്കെ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെയൊക്കെ കാണുന്നതിന് മുമ്പ് വേഗം നമ്മളുടെ പരിപാടി അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്ക് ബൈ.